ഇടുക്കിയിലെ നെടുങ്കണ്ടം ഇരട്ട കൊലപാതക കേസിൽ പ്രതി സജി നടത്തിയത് ക്രൂര കൊലപാതകമെന്ന് പോലീസ് പറയുന്നു. സഹോദരൻ റജിയെ മർദ്ദിച്ചതിന് ശേഷം കഴുത്തിൽ തോർത്തും മുറുക്കി കൊലപ്പെടുത്തി. അമ്മ മേരിക്കുട്ടിയെ മുഖത്തിടിച്ചും ഭിത്തിയിലേക്ക് എറിഞ്ഞുമാണ് ഇയാൾ കൊലപ്പെടുത്തിയത്. കൊലപാതകത്തിന് ശേഷം മൃതദേഹങ്ങൾ 2 ദിവസം വീടിന് പുറത്ത് ഗ്രീൻ നെറ്റിൽ പൊതിഞ്ഞ് വച്ചു. 3-ാം ദിവസം അർദ്ധരാത്രിക്ക് ശേഷം അയാൾ കുഴിച്ചിട്ടു. ഈ മാസം 4-ാം തീയതിയാണ് നാടിനെ ഞെട്ടിച്ച ആ കൊലപാതകം അരങ്ങേറിയത്. ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയൻ തത്സമയം ചേരുകയാണ്. രാഹുൽ, ഇയാൾക്ക് എന്തെങ്കിലും പ്രശ്നമുള്ള ആളാണോ? ഗുഡ് മോർണിംഗ്, പറയൂ. സജിക്ക് യാതൊരു വിധത്തിലുള്ള മാനസിക പ്രശ്നവുമില്ല. എന്തായാലും കൊടും ക്രൂരതയാണ് നടത്തിയിരിക്കുന്നത്. കണ്ണിൽ ചോരയില്ലാത്ത ക്രൂരത. അമ്മയെയും സഹോദരനെയും കൊന്നത് അതിക്രൂരമായിട്ടെന്നാണ് ഈ പ്രതി മൊഴി നൽകിയിരിക്കുന്നത്. ഈ മൊഴി നൽകുമ്പോഴൊന്നും പ്രതിക്ക് യാതൊരു വിധത്തിലുള്ള പശ്ചാത്താപവും ഇല്ല എന്നുള്ളതാണ് പോലീസ് പറയുകയും ചെയ്യുന്നത്. ഈ മാസം 4-ാം തീയതിയാണ് ഈ കൊടും ക്രൂരത നടത്തിയിരിക്കുന്നത്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന കൊല്ലപ്പെട്ട റെജിയെ ഈ സജി ആദ്യം ആക്രമിക്കുന്നു, ചവിട്ടി താഴെയിടുന്നു. വാക്കുതർക്കമുണ്ടായതാണ്, അതിനിടയിൽ ചവിട്ടി താഴെയിടുന്നു. അതിനുശേഷം കഴുത്തിൽ തോർത്ത് കുരുക്കിയതിനു ശേഷം വരിഞ്ഞു മുറുക്കി കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് പോലീസിന് ഈ സജി തന്നെ നൽകിയിരിക്കുന്ന മൊഴി. മാത്രമല്ല, ഇതിനിടയിൽ ഈ സജിയും റജിയും തമ്മിലുള്ള സംഘർഷം കണ്ടുകൊണ്ടുവന്ന അമ്മയെ ആദ്യം മുഖത്തിന് ഇടിച്ചു, അതിനുശേഷം ഭിത്തിയിലേക്ക് വലിച്ച് എറിഞ്ഞു. അതിനുശേഷം തറയിലിട്ടതിന് കഴിഞ്ഞ് മുഖത്ത് ഇടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ്. യാതൊരു മനസാക്ഷിയുമില്ലാതെ ഇന്നലെ തെളിവെടുപ്പിന്റെ സമയത്ത് ഈ പ്രതി പോലീസിന് നൽകിയ മൊഴി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതെല്ലാം കൃത്യമായി കാണിച്ചു നൽകുകയും ചെയ്തു. ആദ്യം ഈ 4-ാം തീയതി കൊലപാതകം നടത്തിയതിനു ശേഷം വീടിന് പുറകിലെ ഒരു ചായ്പുണ്ട്, അവിടെ ഈ മൃതദേഹങ്ങൾ 2 ദിവസം സൂക്ഷിച്ചു വെച്ചു. അത് ഗ്രീൻ നെറ്റിൽ പൊതിഞ്ഞു വെച്ചാണ്. പിന്നീട് 3-ാം ദിവസമാണ് ആ പുരയിടത്തിൽ തന്നെ ഒരു കുഴിയെടുക്കുകയും ആ കുഴിയിൽ ഈ മൃതദേഹങ്ങൾ മറവ് ചെയ്യുകയും ചെയ്തത്. പിന്നീട് അതിനു മുകളിൽ ഒരു ഏലം നട്ടുപിടിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പ്രധാനമായും ഈ മൊഴിയിൽ ഈ പ്രതി സജി പറയുകയും ചെയ്തിരിക്കുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം, ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതിന് പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് സജിയുടെ പിതൃത്വത്തെ പലപ്പോഴായിട്ട് കൊല്ലപ്പെട്ട റെജി ചോദ്യം ചെയ്തിരുന്നു. മാത്രമല്ല, ഈ സജിക്ക് വിവാഹം കഴിക്കാൻ വേണ്ടി താല്പര്യമുണ്ടായിരുന്നു. അതിന് അമ്മയും റെജിയും എതിർത്തു. മാത്രമല്ല, ഈ സ്വത്ത് തർക്കം ഉൾപ്പെടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഈ കൊലപാതകത്തിന് പ്രകോപനമായത് എന്നുള്ളതാണ് സജിയുടെ മൊഴി. എന്തായാലും ഇന്നലെ ഉച്ചയോടുകൂടിയാണ് 2 ദിവസം ഒളിവിൽ കഴിഞ്ഞിരുന്ന സജി നാട്ടുകാരുടെയും പോലീസിന്റെയും പിടിയിലാകുന്നത്. എന്തായാലും ഇന്നലെ വൈകിട്ട് തെളിവെടുപ്പൊക്കെ നടത്തി. ഇന്നിപ്പോൾ വീണ്ടും രാവിലെ 10 മണിയോടുകൂടി തെളിവെടുപ്പുണ്ടാകും. അതിനുശേഷം 11 മണിക്ക് കോടതിയിൽ ഹാജരാക്കുമെന്നുള്ളതാണ് പോലീസ് പറയുകയും ചെയ്തിരിക്കുന്നത്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.